ചില സമയത്ത് നമ്മൾ നിൽക്കേണ്ട രീതി നിന്നില്ലെങ്കിൽ കയ്യിൽ നിന്ന് കാശ് പോകുന്ന അറിയില്ല. സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉമ്മയുടെ പോക്കോ M7 എന്ന് പറയുന്ന ഡിവൈസാണ്. എടുത്തിട്ട് 7 മാസം ഇതുള്ളൂ. സോ വാറൻറ്റി ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഈ സാധനത്തിന് ചാർജ് കയറുന്നില്ലായിരുന്നു. എനിക്ക് മനസ്സിലായി ഇതിൻ്റെ ചാർജിങ് പിന്നിനോ അല്ലെങ്കിൽ സബ് ബോർഡിനോട് കംപ്ലൈൻ്റ് ആണ് സാധാരണ വരാറ്. അങ്ങനെ നമ്മൾ ഈ ഒരു സബ് ബോർഡ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഓൾമോസ്റ്റ് 400 രൂപയുടെ താഴെ നമുക്ക് വരുന്നുള്ളൂ. പക്ഷേ ഈ ഒരു ഫോൺ അഴിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ വാറൻറ്റി പോകാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഇത് വാറൻറ്റി ക്ലെയിം ചെയ്യുന്ന പറഞ്ഞാൽ എമ്മയുടെ ഷോറൂമിലോട്ട് പോയി. അവിടെ കൊണ്ടുപോയപ്പോഴത്തേക്കും അവർ ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ 1/2 മണിക്കൂർ എടുത്തു. അവിടുന്ന് ഇൻസ്പെക്ഷൻ ചെയ്ത് കൊണ്ടുവന്നിട്ട് പറഞ്ഞു ഇതിൻ്റെ സബ് ബോർഡിൻ്റെ താഴെ വരുന്ന പിന്നിൻ്റെ അവിടെ നിന്ന് കുറച്ച് വാട്ടർ കണ്ടന്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വെള്ളം കയറിയിട്ടാണ് ഇതായിട്ടുള്ളത്. അതുകൊണ്ട് വാറൻറ്റി ക്ലെയിം ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ഞാനപ്പം ഓക്കെ ഈ സബ് ബോർഡ് മാറുന്നതിന് എത്ര എമൗണ്ട് ആണെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഓൾമോസ്റ്റ് 900 രൂപ അടുപ്പിച്ചാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, കുഴപ്പമില്ല, വാറൻറ്റി ക്ലെയിം ചെയ്യാൻ പറ്റില്ലല്ലോ, എനിക്ക് തന്നെ സർവീസ് സെൻറ്റർ ഉണ്ട്, ഞാൻ തന്നെ ഇത് ചേഞ്ച് ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ചെക്കിംഗ് ചാർജ് ആയിട്ട് 118 രൂപ വരുന്നുണ്ട്. ഞാനും പറഞ്ഞു ഓക്കെ ഫൈൻ, കുഴപ്പമില്ല, റിട്ടേൺ തന്നേക്കാൻ പറഞ്ഞു. അങ്ങനെ ഇരുന്നിട്ട് ഒരു മണിക്കൂറായി, 1.5 മണിക്കൂറായപ്പോഴത്തേക്ക് ഞാൻ പോയിട്ട് ചോദിച്ചു ആ ഫോൺ പാക്ക് ചെയ്യാനായിട്ട് ഇഷ്ടംപോലെ ടൈം എടുത്തിട്ടുള്ളൂ. സോ അത് പാക്ക് ചെയ്ത് തന്നു കഴിഞ്ഞാൽ എനിക്ക് പോകാമെന്നുള്ള രീതിയിൽ ഞാൻ പോയി സംസാരിച്ചിരുന്നു ആദ്യം. അപ്പോൾ അവർ പറഞ്ഞു മാനേജറായിട്ട് സംസാരിക്കട്ടെ, ഇത് ചെറിയൊരു വെള്ളത്തിൻ്റെ കണ്ടൻറ്റേ ഉള്ളൂ, അപ്പോൾ പിന്നെ ബോർഡ് മാറ്റി തരാമെന്ന്. അങ്ങനെ ഞാൻ പറഞ്ഞു ഓക്കെ, നിങ്ങൾ സംസാരിച്ചിട്ട് പെട്ടെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് 2 മണി അടുപ്പിച്ചായി. കുറച്ച് ടൈം കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും ഒരു റെസ്പോണ്ടും ഇല്ലാതെ ഒരു 2-2:30 അടുപ്പിച്ചാൽ പറയുമ്പോഴത്തേക്ക് ഞാൻ വീണ്ടും ചെന്നു. ഞാൻ വീണ്ടും ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ആ സാധനം ഓക്കെയാണ്, ഒരു 40 മിനിറ്റുള്ളിൽ മാറ്റി തരുന്നത്. ഞാൻ പറഞ്ഞു ഇതിപ്പോൾ കുറേ മണിക്കൂറായി, ഞാനിവിടെ വന്ന് 2-2.5 മണിക്കൂർ പുറത്തായിട്ടുണ്ട്. സോ എനിക്ക് വേറെ കുറേ പരിപാടിയുള്ളതാണ്. സോ ചേഞ്ച് ചെയ്യുന്നില്ലെങ്കിൽ കുഴപ്പമില്ല, ചേഞ്ച് ചെയ്യണ്ട, റിട്ടേൺ തരാൻ പറഞ്ഞു. അങ്ങനെ കുറച്ച് ടൈമിനുള്ളിൽ തന്നെ അവർ ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ കൊണ്ടുവന്ന് ചേഞ്ച് ചെയ്തത്. സോ 2-2.5 മണിക്കൂർ പോയെങ്കിലും ആ സാധനത്തിൻ്റെ വാറൻറ്റി ക്ലെയിം ചെയ്തു. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആദ്യം കുഴപ്പമില്ല എങ്കിൽ ആ പിന്നെ ചേഞ്ച് ചെയ്തു 900 രൂപ തരാമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതിന് സുഖമായിട്ട് 900 രൂപ പോയനെ. സോ അതാണ് ഞാൻ പറയുന്നത്, ചില സമയത്ത് നമ്മൾ നിൽക്കേണ്ട രീതി നിന്നില്ലെങ്കിൽ കയ്യിൽ നിന്ന് കാശ് പോകുന്ന വഴി അറിയില്ല.